നമസ്കാരം. പാസ്പോർട്ട് പുതുക്കുന്നതിലെ കാലതാമസം കാരണം അപകടത്തിൽ മരിച്ച 8 വയസ്സുകാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കാതെ പോയ പ്രവാസി മലയാളിയുടെ ദുഃഖം പ്രവാസി ലോകത്തും നൊമ്പരമായി. സൗദി അറേബ്യയിലെ റിയാദിൽ ജോലി ചെയ്യുന്ന നീർക്കുന്നം സ്വദേശി അബ്ദുൽ സലാമിന്റെ മകൻ 8 വയസ്സുകാരനായ മുഹമ്മദ് സഹിലാണ് പുന്നപ്രയിൽ വാഹനാപകടത്തിൽ മരിച്ചത്. മരണവിവരം അറിഞ്ഞ് നാട്ടിലെത്തിയെങ്കിലും മകന്റെ മൃതദേഹം കാണാൻ പിതാവിന് സാധിച്ചിരുന്നില്ല. പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞിട്ട് പുതുക്കാൻ വൈകിയതിനാൽ അബ്ദുൽ സലാമിന് ഉറ്റവരെ ആശ്വസിപ്പിക്കാനോ മൃതദേഹം കാണാനോ പെട്ടെന്ന് വരാൻ സാധിച്ചിരുന്നില്ല. ദുഃഖിതരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി സുഹൃത്തുക്കളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സഹായത്തോടെ ഇന്നലെയാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. ഒമാൻ എയർലൈൻസ് വഴിയാണ് അബ്ദുൽ സലാം നാട്ടിലെത്തിയത്. സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാടിന്റെ ഇടപെടൽ മൂലമാണ് അവധി ദിവസമായിട്ടും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് സമയബന്ധിതമായി പുതുക്കാനും യാത്ര സാധ്യമാക്കാനും കഴിഞ്ഞത്. റിയാദിലെ ഈസ്റ്റ് വെനീസ് അസോസിയേഷൻ ഭാരവാഹികളും യാത്രാ നടപടികൾക്ക് സഹായം നൽകി. വിമാന ടിക്കറ്റും ഇവർ നൽകി. കഴിഞ്ഞ വെള്ളിയാഴ്ച അച്ഛന്റെ സഹോദരിയുടെ മകൾക്കൊപ്പം സൈക്കിളിൽ സഞ്ചരിക്കവേ പുന്നപ്ര ജംഗ്ഷനിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത്. മുഹമ്മദ് സഹിൽ സഞ്ചരിച്ചിരുന്ന സൈക്കിളിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ സഹിലിനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.